നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ദുബായിൽ മലയാളിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. പേരൂർക്കട സ്വദേശി അനിൽ വിൻസെന്റിനെയാണ് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ 3 പാകിസ്ഥാനികൾക്കെതിരെ പോലീസ് കേസെടുത്തു. 2 പേർ പോലീസിന്റെ പിടിയിലുണ്ട്. കുടുംബത്തിന്റെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഞങ്ങൾക്ക് എൻ്റെ ബ്രദർ അവിടുത്തെ PR ആണ് നമ്മുടെ കമ്പനിയിലെ. അപ്പോൾ ഞങ്ങൾക്ക് 3 കമ്പനിയുണ്ട്. അപ്പോൾ അവിടെ വെയർ ഹൗസിൽ 3-ാം തീയതി ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിയെ ഞാൻ 2-ാം തീയതി അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ അവിടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പാകിസ്ഥാനി ഉണ്ട്. പുള്ളി ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവൻ വേറൊരുത്തിനെ കൂടെ വിളിച്ചിട്ട് വന്നു. ഇവർ രണ്ടും കൂടെ പോയത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ല പുള്ളിയെ. ഉച്ചയ്ക്ക് ഞാൻ കാണുന്നുണ്ട് ഓഫീസിൽ വന്നിട്ട് അവിടെ നിന്ന് പോയത്. പിന്നെ ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. പിന്നെ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ പോലീസിൽ കേസ് കൊടുക്കാൻ പോയി. കേസ് കൊടുക്കുന്നത് അവർ പറഞ്ഞ് മാൻ മിസ്സിങ് 48 hours കഴിഞ്ഞിട്ട് അവർ കേസ് എടുക്കുള്ളൂ, ഒരു യൂണീക്ക് ലോ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഞാൻ മോനെ, പുള്ളി എൻ്റെ ബ്രദറിൻ്റെ മകനെ വരുത്തി 48 hours കഴിഞ്ഞപ്പോൾ ഞാൻ കേസ് ഫയൽ ചെയ്ത് റഫ സ്റ്റേഷനിലാണ് കേസ് ഫയൽ ചെയ്ത് അങ്ങനെ അവർ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ട്. പ്രതിയിൽ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ അന്വേഷിക്കാനും എല്ലാത്തിനും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോഴാണ് പുള്ളി പെട്ടെന്ന് 7-ാം തീയതി പുള്ളി മിസ്സാകുന്നു. പുള്ളി വരുന്നില്ല. രാവിലെ ഓഫീസിൽ വന്നിട്ട് പോയി പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെ CID ഞാൻ ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലീസ് ഒരാളെ പിടിച്ചു. അവനെ പിടിച്ചതിന് ശേഷം പിന്നെ ഈ പ്രതിയെ പിടിച്ചു. അപ്പോഴത്തേക്കും ഈ വണ്ടിയിൽ കൊണ്ടുപോയി അവർ ബറി ചെയ്ത ആ ഡ്രൈവർ രാജ്യം വിട്ടു. അയാളെ പിടിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും പോലീസ് ടോട്ടൽ 3 പേരാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി BB അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഏറെ നടുക്കമുണ്ടാക്കുന്നൊരു സംഭവമാണ്. എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്? എന്തിനാണ് കൊലപാതകം നടത്തിയതെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, 36 വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്ന ആളാണ് അനിൽ വിൻസെന്റ്. അങ്ങനെ ഒരാളെയാണ് കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തിയെന്ന് വേണം പറയാൻ. ജനുവരി 2-ാം തീയതിയാണ് അനിൽ വിൻസെന്റിനെ കാണാതായത്. അന്ന് അദ്ദേഹത്തിന്റെ നമ്മോടിപ്പോൾ സംസാരിച്ച അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രകാശാണ്. അദ്ദേഹം ഇതേ കമ്പനിയിലെ ഉദ്യോഗസ്ഥരാണ്. പ്രകാശാണ് അനിലിനെ മറ്റൊരു ഓഫീസിൽ ഒരു ഇൻസ്പെക്ഷൻ വേണ്ടി, അവിടെ ഇൻസ്പെക്ഷൻ നടക്കുന്നു, അതിന്റെ മോക്ക് ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു, അതിന്റെ മോക്ക് ഇൻസ്പെക്ഷനായിട്ട് പറഞ്ഞു വിടുന്നത്. അതിനൊപ്പം അദ്ദേഹത്തിനൊപ്പം അവിടെ ജോലി ചെയ്യുന്ന പാകിസ്ഥാൻ യുവാവും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് അവിടേക്ക് പോയത്. പക്ഷെ പിന്നീട് അനിൽ വിൻസെന്റ് മടങ്ങി വന്നില്ല. കുടുംബം അന്ന് തന്നെ ഈ ഓഫീസ് ജീവനക്കാരും സഹോദരനുമൊക്കെ പോലീസിൽ പരാതി നൽകാനെത്തി. പക്ഷേ അവിടുത്തെ നിയമപ്രകാരം 48 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ മാൻ മിസ്സിങ്ങിന്, ഒരാളെ കാണാതായിട്ട് 48 മണിക്കൂർ പൂർത്തിയായാലേ മാൻ മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് ആദ്യം പോലീസ് കേസ് ചാർജ് ചെയ്യാൻ തയ്യാറായില്ല, ദുബായ് പോലീസ്. പിന്നീട് ഇദ്ദേഹത്തിന്റെ മകൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് എത്തുന്നു. മകൻ കൂടി വന്ന ശേഷമാണ് 3-ാം ദിവസം ഇവർ വീണ്ടും പരാതി നൽകുകയും പോലീസ് അത് ഔദ്യോഗികമായി പരാതി സ്വീകരിക്കുകയും ചെയ്തത്. ഏറ്റവും വിചിത്രമെന്ന് പറയട്ടെ, ഈ പരാതി നൽകാനും ഈ കേസ് വരുമ്പോഴൊക്കെ ഇവർക്കൊപ്പം, ഈ കുടുംബത്തിനൊപ്പം, ഓഫീസ് ജീവനക്കാർക്കൊപ്പം ഉണ്ടായിരുന്നത് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള ഇതേ ഓഫീസ് ജീവനക്കാരനായ പാകിസ്ഥാൻ സ്വദേശിയാണ്. അയാളും എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ 7-ാം തീയതി അയാൾ ഓഫീസിൽ വന്ന ശേഷം പിന്നീട് അയാളെ കാണാതായി. 7-ാം തീയതി അയാൾ മുങ്ങിയതോടുകൂടി ഇവരുടെ സംശയം ഇരട്ടിച്ചു. ഇയാൾക്കും എന്തോ പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരം. കാരണം ആ ഓഫീസിൽ വിശ്വസ്തരായ തൊഴിലാളികളാണ് ഈ പാകിസ്ഥാൻ സ്വദേശി. മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റു കുടുംബാംഗങ്ങളും ചിലരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആദ്യമൊന്നും അയാളെ സംശയിച്ചില്ല. ഇയാൾ 7-ാം തീയതി ഇയാളെ കാണാതായതോടുകൂടിയാണ് ഇവരുടെ സംശയം മാറുന്നത്. അങ്ങനെ വീണ്ടും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അപ്പോഴാണ് ഈ പാകിസ്ഥാൻ സ്വദേശിയുടെ ഒരു സഹായിയായ മറ്റൊരു യുവാവിനെ കസ്റ്റഡി എടുക്കുന്നത്. അയാളാണ് ഇങ്ങനെ സംഭവങ്ങൾ നടന്നുവെന്ന വിവരം പോലീസിനോട് വെളിപ്പെടുത്തി. തൊട്ടു പിന്നാലെ ഇയാളും കസ്റ്റഡിയിലായി വിശദമായി ചോദ്യം ചെയ്തു. അതിനിടയിൽ അയാൾക്കൊപ്പം ഈ 2 പേർക്കും ഒപ്പം ഈ മൃതശരീരം ഷാർജയിൽ കൊണ്ട് മറവ് ചെയ്യാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ ഡ്രൈവർ അയാളെയും തിരിച്ചറിഞ്ഞു. പക്ഷേ അയാളും പാകിസ്ഥാൻ സ്വദേശിയാണ്. അയാൾ പാകിസ്ഥാനിലേക്ക് കടന്നു. അയാൾ ഇതുവരെയും കസ്റ്റഡിയിലായിട്ടില്ല. മറ്റു 2 പേരാണ് അറസ്റ്റിലുള്ളത്. ഇപ്പോൾ പോലീസ് ലഭിക്കുന്ന വിവരം, അതായത് ഇവരുടെ മൊഴിപ്രകാരം പോലീസ് FIR-ലും മറ്റും പറഞ്ഞിരിക്കുന്നത്, നിരന്തരം ഈ അനിൽ വിൻസെന്റ് ഇവരെ ഹറാസ് ചെയ്യുമായിരുന്നു, ജോലിയുടെ ഭാഗമായി ഹറാസ് ചെയ്യുമായിരുന്നു. അതിനുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്നുള്ളത്. പോലീസ് പൂർണ്ണമായും അത് വിശ്വസിച്ചിട്ടില്ല. PRO ആണ് അദ്ദേഹം. ഈ കമ്പനിയുടെ PRO ജോലി ചെയ്യുന്ന ആളാണ്. പോലീസ് പൂർണ്ണമായി അക്കാര്യം വിശ്വസിച്ചില്ല. പകരം
കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകും. അതിനുശേഷം മാത്രമേ ഈ കൊലപാതകത്തിന് യഥാർത്ഥ കാരണം എന്തെന്ന് തിരിച്ചറിയും. ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ജോലി വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്. 3 പാകിസ്ഥാൻ സ്വദേശികളാണ് കേസിൽ പ്രതികൾ. 2 പേർ കസ്റ്റഡിയിൽ അറസ്റ്റിലുണ്ട്. ഒരാൾ കൂടി വൈകാതെ പിടിയിലാകും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്. കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് വെളുപ്പിന് 3:30 മൂന്നാമത്തെ പ്രതി പാകിസ്ഥാനിലേക്ക് കടന്നു എന്ന് പറയുന്നു. ഇയാളെ പിടികൂടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം അരുൺ തന്നെ സൂചിപ്പിച്ചതൊരു വ്യക്തിവിരോധമാണ് ഈ രീതിയിൽ കൊലപാതകത്തിലേക്ക് നീങ്ങിയതെന്ന്. അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെ കുടുംബത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടോ? യഥാർത്ഥ കാരണം ഇപ്പോഴും ഇവർക്ക് വ്യക്തമല്ല. പക്ഷേ പോലീസ് പറയുന്നത് വ്യക്തിവിരോധമാണ്. അതായത് ഇവരുടെ മേലുദ്യോഗസ്ഥനായിരുന്നു അനിൽ വിൻസെന്റ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാത്തവരും മറ്റും പലപ്പോഴും അദ്ദേഹം ശാസിക്കുമായിരുന്നു. അത് അവർക്ക് അതിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു, അസംതൃപ്തി, വൈരാഗ്യമുണ്ടായിരുന്നു. അതാണ് കൊലപാതകം നയിച്ചു എന്നുള്ളത്. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് പരിശോധനയുടെ ഭാഗമായി പോയപ്പോഴാണ് ഈ കൊലപാതകം എന്നത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്നത് കുറച്ച് സംശയങ്ങൾ കുടുംബാംഗങ്ങൾക്കുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ഇവരുടെ ഭാഗത്തുണ്ടാവുകയും അത് അനിൽ വിൻസെന്റ് ചോദ്യം ചെയ്തതാണോ കൊലപാതകത്തിന് കാരണമെന്ന സംശയമൊക്കെ ഉണ്ട്. പക്ഷേ അത്തരം സംശയത്തിന് അപ്പുറത്തേക്ക് അതിൽ കൃത്യമായ ഒരു നിഗമനത്തിലേക്കോ കണ്ടെത്തലിലേക്കോ അന്വേഷണ സംഘവും പോയിട്ടില്ല. അത്തരം വിവരങ്ങൾ കുടുംബാംഗങ്ങളെയും അവർ അറിയിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു വ്യക്തതയില്ലാത്തൊരു കാര്യമാണ്. ഏതായാലും പല സംശയങ്ങളുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രം വീണ്ടും കുടുംബാംഗങ്ങൾ ദുബായിലേക്ക് പോകും. ഷാർജയിലാണ് ഈ കൃത്യം നടന്നത്. ദുബായിലാണ് ഇവർ ജോലി താമസിക്കുകയും ചെയ്യുന്നെങ്കിലും മറ്റൊരു എമിറേറ്റിലാണ്, ഷാർജയിലാണ് ഈ കൊലപാതകം നടന്നത്. അതുകൊണ്ട് 2 അന്വേഷണ സംഘം ആ രീതിയിലൊക്കെ ചില സാങ്കേതികത്വങ്ങളുണ്ട്. അതിനുശേഷം മാത്രമേ അന്വേഷണം പൂർത്തിയായുള്ളൂ. അന്വേഷണം പൂർത്തിയാൽ മാത്രം എന്താണ് യഥാർത്ഥ കാരണം എന്നതിലേക്ക് അറിയാൻ കഴിയും. പക്ഷേ ക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നു. അത് 36 വർഷമായി അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെയാണ് ഈ രീതിയിൽ അതിക്രൂരമായി തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്തത്. അരുണി, പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കുടുംബം തൃപ്തരാണ്. പ്രത്യേകിച്ചും വിദേശ രാജ്യത്താണ് അന്വേഷണം നടക്കുന്നത്. സ്വാഭാവികമായും അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട ഈ കുടുംബത്തോട് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നുണ്ടോ? കേസന്വേഷണം മാത്രമല്ല, ഈ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതിലൊക്കെ വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അന്ന് ഈ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു, നേരിട്ട് നിവേദനം കൊടുത്തു. വി മുരളീധരൻ, സഹമന്ത്രി വി മുരളീധരനും ഒക്കെ നിവേദനം കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടൽ കോൺസുലേറ്റിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെയും ഒക്കെ ഇടപെടലുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഈ ഭൗതിക ശരീരം ഇപ്പോഴും വിട്ടുകിട്ടിയത്. വളരെ വലിയ സങ്കീർണ നടപടിക്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അന്വേഷണത്തിലും ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് ഇടപെടൽ ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് കുടുംബം. നീതിപൂർവമായ അന്വേഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. പക്ഷേ കൃത്യമായ അന്വേഷണം ഈ ഘട്ടത്തിൽ അവർക്ക് ലഭ്യമായിട്ടില്ല. ഇനി ഇവർ തിരിച്ച് അവിടെ എത്തിയ ശേഷമാകും കൂടുതൽ കാര്യങ്ങളിലേക്ക് അറിയാനുള്ള വഴിയുണ്ടാവുക. ഏതായാലും കുടുംബം കൃത്യമായ നടപടി വേണമെന്ന ആവശ്യം ശക്തമാക്കി തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇടപെടലും കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട്. മൃതദേഹം കിട്ടാനൊക്കെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായതാണ്. തുടർ നടപടികളിലും അത്തരമൊരു സഹായവും ഇടപെടലുമാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഈ പാകിസ്ഥാനിലേക്ക് ഒരു പ്രതി കടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാളെ തിരികെ ദുബായിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് ഈ ദുബായ് പോലീസിന്റെ ഭാഗത്തുനിന്നും നീങ്ങുന്നത് അരുൺ? കാരണം അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ, കേസന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഈ കുടുംബം നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ അവർക്കും വലിയ വ്യക്തതയില്ല. കുടുംബത്തിനും അത്തരത്തിൽ നേരത്തെ അവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർക്കും കൃത്യമായി പറയാൻ കഴിയുന്നതിന്. അപ്പുറത്തേക്ക് കൃത്യമായി ഏത് അന്വേഷണം മുന്നോട്ട് പോകുന്ന കാര്യമൊന്നും അവർക്ക് ആ രീതിയിൽ അവർക്ക് വ്യക്തതയില്ല. പക്ഷേ 2 സർക്കാരുകൾ, അതായത് ദുബായിലും അതുപോലെ തന്നെ ഷാർജയിലും പോലീസും അവിടുത്തെ അന്വേഷണ സംഘവുമാണ് കേസൊക്കെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും. പാകിസ്ഥാനിലേക്ക് കടന്ന പ്രതിയെ പിടികൂടാൻ നടപടികൾ സ്വീകരിക്കും. അതായത് ഈ കേസ് ആദ്യം പുറത്തു വരുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ അയാൾ മുങ്ങുകയായിരുന്നു. മറ്റേയാൾ സ്വാഭാവികമായും ഈ അന്വേഷണ സംഘത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും ഈ ഉദ്യോഗസ്ഥ ജീവനക്കാരുടെയും ഒക്കെ നീക്കം അറിയാൻ സ്വാഭാവികമായും അവർക്കൊപ്പം അവിടെ തുടരുകയായിരുന്നു. അതായത് ഈ കേസ് നൽകാൻ പോകുമ്പോൾ ഇയാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമായ പല സ്ഥലങ്ങളിൽ ബന്ധുക്കളെ അതുപോലെ സുഹൃത്തുക്കളെയൊക്കെ അന്വേഷിക്കുമ്പോഴൊക്കെ ഈ പ്രതിയും ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷെ പിന്നീടാണ് 7-ാം തീയതി കൂടി ഇയാളിലേക്ക് എത്തും, ഇയാൾക്കൊപ്പമാണ് പോയത്, സ്വാഭാവികം ഇയാളുടെ പങ്കും അന്വേഷിക്കപ്പെടുമെന്ന കാര്യം വന്നപ്പോഴാണ് ഈ ഇവിടുത്തെ ജീവനക്കാരൻ മുങ്ങിയത്. പാകിസ്ഥാൻ സ്വദേശിയും അതിന് മുമ്പ് ഒരുപക്ഷെ അറിഞ്ഞിരിക്കണം. കൃത്യമായ അന്വേഷണം
ഇവരിലേക്ക് തന്നെ എത്തുമെന്ന്. അതുകൊണ്ടാകും അയാൾ വളരെ നേരത്തെ തന്നെ അയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ടായത്. മറ്റു രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കാൻ അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞു. ഈ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ട ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയെന്നാണ് കുടുംബാംഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വ്യക്തമാണ്. ദുബായിൽ മലയാളിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവത്തിലാണ് 2 പാകിസ്ഥാനികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഒരാൾ പാകിസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ട്. ദുബായ് പോലീസ് അയാളെ തിരികെ ദുബായിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പേരൂർക്കട സ്വദേശി അനിൽ വിൻസെന്റിനെയാണ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്.